അപ്പോൾ ഇന്നത്തെ കാലത്ത് ട്രോളുകളും ട്രോൾ വീഡിയോയും വളരെ സാധാരണയാണ്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ട്രോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. ഇത് വിവിധ കാര്യങ്ങളാണ് ഇതിൽ പറയാൻ പോകുന്നത്. അതായത് എങ്ങനെയാണ് ഒരു ടൈറ്റിൽ സീക്വൻസ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ക്ലിപ്പിൽ എങ്ങനെയാണ് ടെക്സ്റ്റ് ആഡ് ചെയ്യുക, അതിനെങ്ങനെയാണ് ആനിമേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അതിന് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ, അതെങ്ങനെയാണ് ട്രാക്ക് ചെയ്യുക എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. ഇത് ട്യൂട്ടോറിയൽ ചെയ്യുന്നത് ഒരു ഫ്രീ ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയ Kdenliveലാണ്. ഈ സോഫ്റ്റ്വെയർ വിൻഡോസ്, ലിനക്സ്, മാക് 3 ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിനെ പറ്റിയുള്ള കുറച്ച് വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വേണേൽ കണ്ടു നോക്കാം. അതുപോലെ തന്നെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള 2 ട്രോൾ വീഡിയോസും ഈ ചാനലിലുണ്ട്, അതും നിങ്ങൾക്ക് കണ്ടു നോക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് ടൈറ്റിൽ സീക്വൻസ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് ജസ്റ്റ് പോയിട്ട് ആഡ് ടൈറ്റിൽ ക്ലിപ്പ് അടിക്കുക. ആഡ് ടൈറ്റിൽ ക്ലിപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അവിടെ ടൂൾസിൽ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്താൽ ടെക്സ്റ്റ് എന്ന് വരും. അവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഡിഫോൾട്ടായിട്ടുള്ള കൊടുക്കുകയാണ്. ഇവിടെ അലൈൻ ഹൊറിസോണ്ടലി അലൈൻ വെർട്ടിക്കലി അടിച്ചിട്ടുണ്ട്. ഇത് സെൻറ്ററിൽ കിട്ടും. നിങ്ങൾക്ക് കുറച്ച് അധികം സൈസ് കൂട്ടി എടുക്കുന്നത് നല്ലതാണ്. സൈസ് വേണമെങ്കിൽ നമുക്ക് പിന്നെ കുറയ്ക്കാം, പക്ഷേ സൈസ് കൂട്ടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാരിറ്റി പോവും. അവിടെ നിങ്ങൾക്ക് കളറൊക്കെ മാറ്റാം, ഫോണ്ട് സൈസ് മാറ്റാം, ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതിനെപ്പറ്റിയുള്ളൊരു വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഈ ചാനലിലുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ക്ലിപ്പായിട്ടാണ് വരുന്നത്, 5 സെക്കൻഡുള്ള. അത് നമുക്ക് വേണേൽ കുറയ്ക്കാം, എത്ര വേണേൽ ആക്കാം. കാരണം ഇത് സ്റ്റിൽ ഇമേജാണ്, ഇതിന് വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിക്കില്ല. ഞാനിപ്പോൾ ഒരു 4 സെക്കൻഡ് ഉള്ള ക്ലിപ്പാക്കി. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇനി നമുക്ക് ഇതിനൊരു ആനിമേഷൻ കൊടുക്കണം. അതിന് ജസ്റ്റ് ഇത് സെലക്ട് ചെയ്ത് ഇവിടെ ഈ സ്റ്റാർ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫോം എഫക്റ്റ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ഈ ഫസ്റ്റ് കീ ഫ്രെയിമിലേക്ക് പോവുക, അതായത് ടൈം ലൈൻ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് പോയിട്ട് ഏരോ കീ അമർത്തി 5 പ്രാവശ്യം അമർത്തിയാൽ 5 കീ മുന്നോട്ട് പോകും. ഇപ്പോൾ ഇവിടെ ഈ ട്രയാങ്കിള് ഇവിടെ ഇങ്ങനെ മുന്നോട്ട് പോയി കാണാം. ഇനി ജസ്റ്റ് ഇവിടെ ഒരു പ്ലസ് അടിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ആയി. ഇനി ഫസ്റ്റ് ഫ്രെയിമിലേക്ക് വരിക. ഇവിടെ സൈസ് എന്നുള്ളത് കൂട്ടാം. ഞാനൊരു 600 ആക്കുകയാണ്. എന്നിട്ട് ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒപ്പാസിറ്റി ഫുള്ളും കുറയ്ക്കുകയാണ്. അതുപോലെ തന്നെ റൊട്ടേഷൻ എന്നുള്ളത് ഒരു 45 അടിക്കുകയാണ്. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ കാണാം, ഒരു ആനിമേഷൻ എഫക്റ്റ് ഇവിടെ വന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി ഇതിങ്ങനെ കുറേ നേരം സ്റ്റില്ലായിട്ട് നിന്നാലൊരു സുഖമല്ല. അതിനെക്കൊണ്ട് ഞാൻ ലാസ്റ്റ് കീ ഫ്രെയിം പോയിട്ട് സൈസ് ഒന്ന് കൂട്ടുകയാണ്. സൈസ് ഒരു 125 ഒക്കെയാണ്. അപ്പോൾ നോക്കി നോക്കാം. ഇപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഒരു സൂമിൻ ആകുന്ന എഫക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് എഫക്റ്റ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അതിപ്പോൾ വന്നിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഈ പാർട്ട് മാത്രം സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ്. ഇവിടെ ട്രാൻസ്ഫോം എഫക്റ്റിന് പകരം ഗ്ലിച്ച് ഓർ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് കുറച്ച് ഫ്രീക്വൻസി കൂട്ടി കൊടുത്താൽ ഇപ്പോൾ ഇങ്ങനെ ഒരു എഫക്റ്റ് വരും. അതായത് ഒരു ഗ്ലിച്ച് എഫക്റ്റ് വരുന്ന കാണാം. ഗ്ലിച്ച് എഫക്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് നിർത്തണം. അതിന് ഞാൻ ഇവിടെ ഒരു കട്ടിട്ടിട്ട് ഇവിടുത്തെ ഗ്ലിച്ച് എഫക്റ്റ് ഒഴിവാക്കിയാൽ ഇങ്ങനെ കിട്ടും. ഇതിപ്പോൾ ജസ്റ്റ് ടൈറ്റിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിൻ്റെ കൂടെ ഒരു മ്യൂസിക്കും വേണം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് സെലക്ട് ചെയ്യുക, എന്നാൽ അത് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ടൈറ്റിൽ സീക്വൻസ് ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വീഡിയോ ക്ലിപ്പിൽ ടൈറ്റിൽ കൊടുക്കുക എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ ഈ പരസ്യത്തിലുള്ള ഈ അമ്മൂമ്മയ്ക്ക് ഞാനിപ്പോൾ വാവേ എന്ന് പേര് കൊടുക്കണം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് പ്രൊജക്റ്റ് പറഞ്ഞിട്ട് ടൈറ്റിൽ ക്ലിപ്പ് അടിക്കുക. എന്നിട്ട് ടൂള് മേലെ
ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കുറേ ടൂൾസ് ഉണ്ട്. ഫസ്റ്റ് മൂവ് ടൂളാണ്. ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ വേണ്ട ടൈറ്റിൽ കൊടുക്കുക. എന്നിട്ട് സൈസൊക്കെ കുറയ്ക്കുക. ഇപ്പോൾ 200 ആണുള്ളത്, ഞാനൊരു 50 കൊടുത്തു നോക്കുകയാണ്. ഇപ്പോൾ വളരെ ചെറുതായിപ്പോയി, ഞാനൊരു 100 കൊടുക്കണം. ഇപ്പോൾ ടെക്സ്റ്റായി. എന്നിട്ട് ജസ്റ്റ് പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ മൂവ് ടൂളിലേക്ക് വരും. നമുക്കത് ഡ്രാഗ് ചെയ്ത് ഇവിടെ വെക്കാം. ഇപ്പോൾ ഇവിടെ ഷോ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓണാക്കി ഇടണം, അല്ലെങ്കിൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിലുള്ള എന്നാന്ന് കാണൂല. അത് നിങ്ങൾ ടൈം ലൈൻ എവിടെയാണോ വെക്കുന്നത് അവിടേക്കും ഉണ്ടാകുക. അതായത് ഇപ്പോൾ ഞാൻ ഇവിടെയാണ് ടൈം ലൈൻ വെക്കുന്നതെങ്കിൽ ഞാനിവിടെ എടുത്താൽ ഇതാ ഈ ക്ലിപ്പിലേക്കും കിട്ടുക. അപ്പോൾ ജസ്റ്റ് ടെക്സ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടെ വെച്ച്, ഇനി നമുക്കൊരു ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. ഇനി ജസ്റ്റ് ഞാൻ ഇവിടെ റെക്ടാങ്കിൾ ടൂൾ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി. ടെക്സ്റ്റ് ടൂളിൻ്റെ ഇപ്പുറത്തുള്ള ടൂളാണിത്. എന്നിട്ട് ഈ റൈറ്റ് സൈഡിൽ മേലെയുള്ള ടോപ്പിലുള്ള ലോവർ ഒബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷൻ അടിച്ചാൽ ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, കണ്ടോ? അപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമുക്ക് ചിലപ്പോൾ ഇത് ആനിമേറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഈ സീനുകൾ നോക്കാം. ഇപ്പോൾ മോഹൻലാൽ ഇങ്ങോട്ടേക്ക് നടന്ന് വരുന്നുണ്ട്, അതിനനുസരിച്ച് ടെക്സ്റ്റും വരണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഫ്രെയിം കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് ഇവിടെ ടൈറ്റിൽ ക്ലിപ്പ് അടിച്ച് എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ടെക്സ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കി കൊടുത്തു. അത് താഴോട്ടേക്കാക്കി ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ മേലെ കൊണ്ടുപോയി വെച്ചു. ഇപ്പോൾ ഇങ്ങനെയുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഈ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് ട്രാൻസ്ഫോം അടിക്കുക. എന്നിട്ട് ഞാൻ ഇതിപ്പോൾ ഫസ്റ്റ് ഫ്രെയിമിലാണുള്ളത്. ഇവിടെ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ എന്നാൽ ഇതിപ്പോൾ മുന്നോട്ടേക്ക് മൂവ് ചെയ്യുന്നേരം ഇവിടെ വന്നിട്ട് ഞാൻ ഈ പ്ലസ് സൈൻ കൊടുത്തിട്ട് ഇത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ ഈ കീ ഫ്രെയിമിനനുസരിച്ച് ഇത് മൂവ് നയിക്കും. കണ്ടോ, ടെക്സ്റ്റ് മൂവ് ചെയ്യുന്നതാണ്. ഇനി കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോവുക. ഇപ്പോൾ അവിടെ എത്തി, ഇവിടെ ഒരു കീ ഫ്രെയിം എടുത്തിട്ട് വീണ്ടും ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ വെക്കുക. വീണ്ടും മുന്നോട്ടേക്ക് വരിക, എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ആനിമേറ്റ് ചെയ്യാനും ഇനി ചില സബ്ജക്റ്റൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടി വരും. അതെങ്ങനെ ട്രാക്ക് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ തരാം. കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒബ്ജക്റ്റ് നമുക്കിങ്ങനെ മാനുവലി ചെയ്യാണ്ട് ജസ്റ്റ് ട്രാക്ക് ചെയ്തിട്ട് അതിൻ്റെ മേലെ ടെക്സ്റ്റ് വരുന്ന രീതിയിലാക്കാനാവും. ആ വീഡിയോ കണ്ടു നോക്കുക. അതാണ് ഈ ട്രോൾ വീഡിയോ ഉണ്ടാക്കാനുള്ള കുറച്ച് എഫക്ട്സ് വേണ്ടത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിപ്പ് കട്ട് ചെയ്തിട്ടിട്ട് അതിനുള്ള മ്യൂസിക്കും ഇതൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.